ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2026 7ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷ ദുറൂസുൽ അക്കായിദ് നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയായി രേഖപ്പെടുത്താനാണ് ആദ്യം. രോഗം ബാധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതിയിരുന്നു. ഏതായിരുന്നു? മുഅവ്വിദാത്താണ്. രണ്ടാമത്തത്, സ്വന്തം മകൻ അപകടത്തിൽ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞ മഹാൻ ആരായിരുന്നു? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സ്വന്തം മകൻ അപകടത്തിൽ മരിച്ചപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞു. അടുത്തത്, സ്വർഗത്തിൽ സഹവാസം ചോദിച്ച റബിയ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ ത്യാഗം ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു? സുജൂദ് ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം മഹദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഭരണം നടത്തും. 7 വർഷം. ഇമാം മഹദി ഭൂമിയിൽ 7 വർഷമാണ് ഭരണം നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ഭരണം നടത്തും. അടുത്തത്, ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു തആല അല്ലാത്തവരെ അനുസരിക്കലാണ് ഷിർക്കും കുഫ്റുമാണ്. അടുത്തത്, തൻ്റെ മകളുടെ കഴുത്തിൽ ഏലസ് എഴുതി കെട്ടിയിരുന്ന മഹാൻ ആരായിരുന്നു? അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അടുത്തത്, ചേരുംപടി ചേർക്കാനാണ്. മുസ്ലിമിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. എന്താണ്? മനപ്രയാസം. ഓപ്ഷൻ സി. മുസ്ലിമിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും. ഓപ്ഷൻ സി, മനപ്രയാസം. അടുത്തതാ, ആന്തരികമായ ഹൈറിൽപ്പെട്ട മരുന്നാണെന്ത്? മന്ത്രം. ഓപ്ഷൻ ഇ, മന്ത്രം എന്നത്. അടുത്തത്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ശാശ്വതമായ സന്തോഷം. ഓപ്ഷൻ എ. അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടും. എന്താണ് അന്ത്യനാൾ അടുത്താൽ നഷ്ടപ്പെടുന്നത്? ഓപ്ഷൻ ബി, വിശ്വസ്തത നഷ്ടപ്പെടും. അല്ലാഹു തആലയുടെ തൃപ്തിയില്ലാതെ സംഭവിക്കുന്നു. എന്താണ്? തിന്മകൾ. അല്ലാഹു തആലയുടെ തൃപ്തിയില്ലാതെ സംഭവിക്കുന്നതാണ് തിന്മകൾ. ഓപ്ഷൻ ഡി. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. യജൂജിനെ അല്ലാഹു തആല മിയാസിലൂടെ നശിപ്പിക്കും. ദരിദ്രർ ഡേഷിൽ മത്സരിക്കൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. എന്താണ്? കെട്ടിട നിർമ്മാണത്തിൽ മത്സരിക്കൽ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. മാതാപിതാക്കളെ അനുസരിക്കൽ ഡേഷക്കുള്ള ഇബാദത്താണ്, അല്ലാഹു തആലക്കുള്ള ഇബാദത്താണ്. ബഹുദൈവാരാധകർ അല്ലാഹു തആലാക്ക് ഡേഷ് നിശ്ചയിച്ചു, പങ്കുകാരെ നിശ്ചയിച്ചു. അല്ലാഹു തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അടുത്തത്, അഊദു ബി കലിമാത്തില്ലാഹി താമാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. അന്ത്യനാളിനോട് തൊട്ടടുത്ത് തീ പുറപ്പെടുന്ന സ്ഥലം യമനാണ്. യമൻ. സമ്പൂർണ്ണ നീതി നടപ്പാക്കുന്ന ലോകം, അത് പരലോകം. ഇബ്ലീസിനെ അല്ലാഹു തആല അകറ്റി. എന്തിൽ നിന്ന്? റഹ്മത്തിൽ നിന്ന്. അകറ്റി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ ബർക്കത്തിനു വേണ്ടി സ്വീകരിച്ച മഹദി ആരായിരുന്നു? അസ്മാ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ വേണമെന്ന് പറഞ്ഞ മഹാൻ ആരായിരുന്നു? ബിലാൽ ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് മഴ വേണമെന്ന് പറഞ്ഞത്. മനുഷ്യൻ തിന്മ തിരഞ്ഞെടുത്താൽ ലഭിക്കുന്നത് എന്താണ്? മനുഷ്യൻ തിന്മ തിരഞ്ഞെടുത്താൽ ശിക്ഷ ലഭിക്കും. നന്മ തിരഞ്ഞെടുത്താൽ കൂലി ലഭിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തിന്മ തിരഞ്ഞെടുത്താൽ ശിക്ഷ ലഭിക്കും. അടുത്തത്, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ട് തന്നെ സമീപിക്കുന്ന ജനങ്ങളോട് ഈസാ അലൈഹി ഇസ്ലാം എന്തു പറയും? എന്താ പറയുക? ഈസാ അലൈഹി ഇസ്ലാമിനെ സമീപിക്കും. അപ്പോൾ അവരിൽ ഓരോരുത്തരോടും സ്വർഗത്തിലെ സ്ഥാനത്തെക്കുറിച്ച് ഈസാ അലൈഹി ഇസ്ലാം പറയും. സ്വർഗത്തിലെ
സ്ഥാനത്തെക്കുറിച്ച് ഓരോരുത്തരോടായിട്ട് ഈസാ അലൈഹി സ്വലാം പറയും. അടുത്തതാ, കാലാവസ്ഥാ വ്യതിയാനം കാരണമായി എന്തിനൊക്കെ? കാലാവസ്ഥാ വ്യതിയാനം കാരണമായത് എന്തിനൊക്കെയാണ്? കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കി. കാലാവസ്ഥാ വ്യതിയാനം പല ജീവികളുടെയും നാശത്തിനും മനുഷ്യജീവിതം ക്ലേശകരമാക്കാനും ഇടയാക്കി. അടുത്തത്, ആദരിക്കേണ്ട 4 വിഭാഗങ്ങളുടെ പേരെഴുതുക. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, ശുഹദാക്കൾ തുടങ്ങിയവയെ നാം ആദരിക്കണം. അതുപോലെ പരിശുദ്ധ ഖുർആൻ, കഅബത്തു ഷരീഫ്, മസ്ജിദുകൾ തുടങ്ങിയവയെയും ആദരിക്കണം. അപ്പോൾ അതിന്ന് 4 എഴുതുക. അടുത്തതാ, സ്ത്രീകൾക്ക് പ്രസവം പ്രയാസകരമായാൽ പാത്രത്തിൽ എഴുതി കുടിപ്പിക്കേണ്ട ഒരു ദിക്ർ. നമ്മൾ 8ാമത്തെ പാഠത്തിൻ്റെ അവസാനത്തിൽ 3 ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അവിടെ ഇഷ്ടമുള്ളത് എഴുതാം. കാന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതഹു ഔ ഉഹഹ ഒന്ന് എഴുതി കൊടുക്കാം. അടുത്തതാ, ഉഖ്ബ റളിയല്ലാഹു അൻഹു 2 ദിവസം കൊണ്ട് സിറിയയിലെത്താൻ കാരണം. ഉഖ്ബ റളിയല്ലാഹു അൻഹു 2 ദിവസം കൊണ്ട് സിറിയയിലെത്താൻ കാരണം എന്തായിരുന്നു? ഉഖ്ബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബർ ഷരീഫിനരികിലെത്തി സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരാൻ ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനരികിലെത്തി സിറിയയിലേക്കുള്ള യാത്രാസമയം കുറച്ചു തരണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം കൊണ്ട് അദ്ദേഹം സിറിയയിലെത്തി. അടുത്തതെന്താ? വേദന അറിയാതിരിക്കാൻ കള്ള് കുടിക്കാൻ പറഞ്ഞ ഡോക്ടറോട് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? എന്താ പറഞ്ഞത്? പകരം താൻ ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിക്കാൻ നിർദ്ദേശിച്ചു. കള്ള് കുടിക്കാൻ വിസമ്മതിച്ചു. പകരം താൻ ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിച്ചു കളയാൻ നിർദ്ദേശിച്ചു. അടുത്തത്, ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആഗതനാകും എപ്പോൾ? അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഖലീഫയാണ് ഇമാം മഹദി റളിയല്ലാഹു അൻഹു. ഭൂമിയിൽ അക്രമവും അനീതിയും വ്യാപിക്കുമ്പോൾ ആഗതനാകും ഇമാം മഹദി. അപ്പോൾ അതോടെ മനസ്സിലാക്കാം. അടുത്തത് നമുക്ക് 5 വരി കുറയാതെ ഉപന്യസിക്കാൻ വന്നത് 2 തന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. ഖദറിലുള്ള വിശ്വാസത്തെക്കുറിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹർ മുബാറക്കിനെ കുറിച്ചിട്ടും അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതാം. പിന്നെ വന്നത് അല്ലാഹു തആല ആദരിച്ചതിനെ ആദരിക്കൽ, പിന്നെ അന്ത്യനാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. അപ്പോൾ ഇതിന്ന് ഏതെങ്കിലും ഓരോന്ന് എഴുതി കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത്. എത്രയാണ് ദുറൂസുൽ അഖായിദ് ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.